ഈ മതം, വിശ്വാസം, അതിൻ്റെ മൂല്യങ്ങൾ എന്നൊക്കെ പറയുന്നത് പണ്ട് പഠിപ്പിക്കുന്നത് മതപാഠശാലകളിലാണ്. അത് ചർച്ച ചെയ്യപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട് അറിവുള്ളവരുടെ സാന്നിധ്യത്തിലാണ്. അങ്ങനെ സർവമത ചർച്ചകളും സർവമത പാരായണങ്ങളും സർവമത പ്രാർത്ഥനകളും ഒക്കെ ചരിത്രപരമായി നമ്മുടെ മുന്നിലുള്ളതാണ്. അതൊക്കെ നിർവഹിക്കുന്നത് അതിൻ്റെ ഉചിതരായ പഠിച്ചിട്ടുള്ള ആളുകൾ, അറിയാവുന്ന ആളുകൾ. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളുടെ വ്യാഖ്യാനങ്ങൾ സമർത്ഥിച്ചാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ചിയാസ് കരീമും ലക്ഷ്മി പ്രിയയും ഒക്കെ വ്യാഖ്യാനിക്കുന്ന മതത്തിനെക്കുറിച്ചാണ് ഫേസ്ബുക്കിൽ അടി നടക്കുന്നത്. ഇപ്പോൾ ഒരാൾ ഒരു സമുദായത്തിൻ്റെ സംരക്ഷണം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ പേരുകാരായ ആളുകളുടെ സംരക്ഷണം കിട്ടി അവരേറ്റെടുക്കണമെങ്കിൽ മറുവശത്ത് വേറെ കുറേ വിദ്വേഷവാദികൾ അയാളെ ആക്രമിക്കണം. അങ്ങനെ ആക്രമിച്ചാൽ മാത്രം മതി അയാൾ ആ വിഭാഗത്തിൻ്റെ സ്വന്തമായി തീരാൻ. എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രതീഷ് വിശ്വനാഥ് എന്തെങ്കിലും ഒരു വിവരക്കേട് പറയുന്നു, ആ പറയുമ്പോഴേക്കും മുസ്ലിം പേരുകാരായ പ്രൊഫൈലുകാർ അപ്പുറത്തേക്ക് കടന്നാക്രമിക്കുന്നു. ആ ആക്രമിക്കുന്ന നിമിഷം മുതൽ അവർ ഹിന്ദു പേരുകാരായ പ്രൊഫൈലുകാരുടെ സംരക്ഷണയിലേക്ക് അങ്ങ് അമരുന്നു. അതോടുകൂടി പിന്നെ ഈ ഗുരു നിത്യചൈതന്യയതിയോ കഴിഞ്ഞ ദിവസം സമാധിയായ മഹാനായ മുനി നാരായണ പ്രസാദയോ അദ്ദേഹത്തിനെയൊക്കെക്കാളും വലിയ ഒരു ആചാര്യ പണ്ഡിത ശിരോമണി കുലോമണിയായി മാറുകയാണ് ഇദ്ദേഹം. ഇപ്പോൾ ഈ ഷിയാസിൻ്റെ അവസ്ഥ അതാണ്. ഷിയാസ് ആരാൻ്റെ അടുത്ത് ബീഫ് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരില്ല എന്ന് പറഞ്ഞു. നീ സംഘിയായോ എന്ന് ചോദിച്ചു. അത്രയും മാത്രം കിട്ടിയതേ ഉള്ളൂ. സംഘികളെല്ലാം കൂടെ ഷിയാസുക്കായെ കയറി അങ്ങ് മേഞ്ഞു. അപ്പോഴത്തേക്ക് ഷിയാസുക്കായുടെ അനുയായികളെല്ലാം കൂടെ ചേർന്ന് ഷിയാസുക്കായെ അങ്ങ് മൗലവിയാക്കി, പണ്ഡിത വരേണ്യനാക്കി. ഇത് വല്ലതുമായിട്ട് പുലബന്ധമുണ്ടോ പുള്ളിക്ക്? പുള്ളിയുടെ ഒരു ജീവിതം നയിക്കുന്നു. അല്ലാതെ അതിനകത്ത് ഈ പറയുന്ന മതപരമായ സംഗതികളുടെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സവിശേഷമായ സൂഫി വര്യനോ വല്ലതും ആണോ പുള്ളി? ഒന്നുമല്ല. പക്ഷേ അത് ആ ദിശയിലേക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത വേറൊരു ആരോപണം അല്ലെങ്കിൽ പീഡന പരാതി വരുന്നത്. അത് 60 വയസ്സുള്ള ഒരു സ്ത്രീയുടെ ആണെന്ന് പുള്ളി പറയുന്നു. അതിൻ്റെ ശബ്ദരേഖ പുറത്തു വരുന്നു. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിൽ ആക്രമിക്കപ്പെടുന്നത് ഷിയാസ് അല്ല. അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ മൊത്തം കണ്ടാൽ ഷിയാസ് എന്തോ എവിടുത്തെയാ പാളയം പള്ളിയിലെയോ അതല്ലെങ്കിൽ മക്കത്തെ പള്ളിയിലെയോ മറ്റോ ഇമാമായിരുന്ന ആളെന്ന നിലയിലാണ് ആക്രമണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ മറുവശത്തു നിന്ന് ഇതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി മറ്റൊരാൾ വരുന്നത് യഷ്മിപ്രിയ. യഷ്മിപ്രിയ ആരാ? അത് വേറൊരു ചരിത്രമാണ്. ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. കാരണം ചരിത്രം പറഞ്ഞു വന്നാൽ പിന്നെ ആ പറയുന്നത് തന്നെ ഒരാളിൻ്റെ ചരിത്രം അങ്ങനെയാണ് എന്നുള്ളത് അതുപോലെ തന്നെ പറഞ്ഞാൽ തന്നെ അതൊരു മോശമായി പോവുമെങ്കിൽ പിന്നെ പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? പിന്നെ പറയാതിരിക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പുള്ളിക്കാരി രംഗത്ത് വന്ന് അവരെ വാപ്പാടുമ്മ പറഞ്ഞ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മത്സ്യങ്ങളെയും മാംസങ്ങളെയും പ്രസവിക്കുന്നതിനെ ഒന്നും തിന്നരുത് എന്ന് ആരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു? യഷ്മിപ്രിയയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യഷ്മിപ്രിയ ആ ഉമ്മാടെ ഖുർആനെല്ലാം കേട്ടാണ് വളർന്നതും. അങ്ങനെ യഷ്മിപ്രിയ ഇപ്പം നല്ല രീതിയിൽ ഖുർആനൊക്കെ പഠിച്ച് വലിയൊരു ഹിഫ്ളിൻ്റെ കോളേജ് നടത്തുവാണ് എന്ന് തോന്നിപ്പോവും അവരുടെ പ്രസ്താവന കേട്ടാൽ. എന്ന് വെച്ചാൽ ഇതുപോലെ അങ്ങ് പണി നടക്കുക സാമൂഹ്യ മാധ്യമത്തിനകത്ത്. അപ്പോൾ ഇങ്ങനെ പാടുപെട്ട് എഴുതി ഈ മുസ്ലിങ്ങളെ മുഴുവൻ ഇങ്ങനെ തെറി പറഞ്ഞ് അത് വാപ്പുമ്മ പറഞ്ഞ ഖുർആനല്ല, മറ്റേതല്ല, മതമില്ല എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അടിക്ക് വന്നേക്കുന്ന ഒരു കമൻറ്റ്, പക്ഷേ അത് കാസ പൂഞ്ഞാറിൻ്റെയാണ്. പക്ഷേ വാപ്പ ബിസ്മിയല്ലേ നിന്നെ ഉണ്ടാക്കിയത്, അപ്പോൾ നീ സുഡാപ്പി തന്നെ. എങ്ങനെയുണ്ട്? അപ്പോൾ ഇത്തരത്തിലുള്ള മതമൂല്യങ്ങളുടെ ചർച്ചയാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ സൂചിപ്പിച്ച എന്താണെന്ന് ചോദിച്ചാൽ, ചിലരൊക്കെ ഇതിൻ്റെ അടിയിൽ വന്ന് യഷ്മി ചേച്ചിയെ പിന്തുണച്ചും ചിയാസ് കരീമിനെ പിന്തുണച്ചും മറ്റേതിനെ പിന്തുണച്ചും ഒക്കെ പലരും എഴുതുന്ന കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ ഒരു നമ്മൾ സാറിന് പറയത്തില്ലേ കോർപ്പറേഷൻ മാലിന്യ നിർമ്മാർജ്ജന കൂമ്പാരം എന്ന് പറയുന്ന പോലൊരു ഇടമാണ്. ഇതിൽ നിന്നൊക്കെ എത്ര അകന്ന് നമുക്ക് ദൂരെ മാറി സഞ്ചരിക്കാൻ പറ്റുമോ അതിന് അത്രയും ദൂരെ മാറി സഞ്ചരിക്കുക എന്നുള്ളതാണ് എല്ലാ മതത്തിലും പെട്ട മനുഷ്യർക്ക്, അതായത് യഥാർത്ഥത്തിലുള്ള അതിൻ്റെ ദർശനങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് ഏറ്റവും ഗുണകരമായ സംഗതി. ഇപ്പം ചില ചോദിക്കും, പിന്നെ നീ ഈ സബ്ജക്റ്റ് ഇപ്പോൾ എടുത്തത് എന്തിനാണ്? ഇത് പറയാൻ വേണ്ടിയാണ് എടുത്തത്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നം ഇതിനകത്ത് മാലിന്യ കൂമ്പാരം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് ഷിയാസിൻ്റെ പ്രശ്നവും കാശ് കൊടുത്ത് 60 വയസ്സുള്ളവരുടെ പ്രശ്നവും അവർ കുടുംബക്കാരാണെങ്കിൽ
കൊടുത്തതും വാങ്ങിച്ചതും ഒക്കെ തീരട്ടെ, പരാതിയുടെ മെറിറ്റ് അനുസരിച്ച് അവർ ആ വഴിക്ക് ചെയ്യട്ടെ. ലക്ഷ്മിപ്രിയയുടെ ഉമ്മ സ്രാവും പിന്നെ തരണ്ടിയൊക്കെ തിന്നുന്നവരാരും മുസ്ലിം അല്ലെന്ന് പറഞ്ഞെങ്കിൽ ലക്ഷ്മിപ്രിയ തിന്നണ്ട, അങ്ങനത്തെ മുസ്ലിമായി ജീവിക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് പൂഞ്ഞാറുകാരൻ പറയുന്നത് അവിടെ ഇരിക്കുകയും ചെയ്യട്ടെ.